ഹായ്, ഇന്ന് നമുക്ക് വൈ ഈസ് ദ പുവർ ഓൾവേസ് പുവർ, അതായത് ദാരിദ്ര്യത്തിൽ കഴിയുന്ന, അതായത് പാവപ്പെട്ടവർ, പണമില്ലാത്തവർ, എപ്പോഴും പണമില്ലാത്ത അവസ്ഥയിൽ ദാരിദ്ര്യത്തിൽ തന്നെ ജീവിക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ പണത്തെ പറ്റി പറഞ്ഞ പലർക്കും പല അഭിപ്രായം. ചിലർ പറയും പണം ജീവിതത്തിൽ അത്ര വലിയ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമല്ല, എന്നാൽ ചിലരോ പറയും പണം ഇമ്പോർട്ടൻ്റ് ആണെന്നും പറയും. എനിക്കറിയത്തില്ല നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം, പക്ഷെ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞാൽ, നമ്മുടെയൊക്കെ സന്തോഷം ബേസ് ചെയ്തിരിക്കുന്നത് മുക്കാൽ ഭാഗം പണത്തെ ബേസ് ചെയ്താണ് അല്ലേ. ഇനി നമ്മുടെയൊക്കെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ പണത്തെ ബേസ് ചെയ്തു, നല്ല നല്ല റിലേഷൻഷിപ്പോ പണത്തെ ബേസ് ചെയ്തു. അപ്പം പണം ജീവിതത്തിൽ ഒരു മെയിൻ ഘടകം തന്നെയാണ് അല്ലേ, ഉറപ്പായിട്ടും. ഓക്കെ, സോ അപ്പൊ എന്തുകൊണ്ടാണ് ഈ പാവപ്പെട്ടവര് എന്നും പാവപ്പെട്ടവരായി പോകുന്നതിന്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ, അവരുടെ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടും പ്രയാസത്തിലും പെട്ടിട്ട് അവരെപ്പോഴും ലോ എനർജിയിലാണ് ജീവിക്കുന്നത് അല്ലെ. അവർക്കിങ്ങനെ അടിച്ചു പൊളിക്കാനോ സന്തോഷിക്കാനോ ഉള്ളൊരു മനസ്സ് എപ്പോഴും കാണത്തില്ല. ഒരു നമ്മൾ ഈ പറയുന്ന പോലെ രണ്ടറ്റവും കൂടെ കൂട്ടിമുട്ടിക്കാൻ അവർ കഷ്ടപ്പെടുവാണ്. ആ അവസ്ഥയിൽ അവർക്കൊരു ഹൈ എനർജിയിൽ ജീവിക്കാൻ പറ്റുന്നില്ല. നമുക്ക് പണത്തെ, അതായത് നമ്മുടെ ജോസഫ് മർഫി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഈ ബുക്കിൽ, അതായത് പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ഈ ബുക്കിൽ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്, സമ്പത്ത്, സ്വത്ത്, അബൻഡൻസ് ഒക്കെ നമ്മളിൽ തന്നെ ഉണ്ടെന്ന്. അത് നമ്മൾ അട്രാക്ട് ചെയ്ത് എടുക്കാനുള്ള കഴിവ് നമുക്കുണ്ടായിരിക്കണം. ആ കഴിവെന്ന് പറയുന്നതാണ് നമ്മുടെ എനർജി, ഊർജം. ആ ഊർജം, ആ കഴിവ് നമ്മൾ നമ്മുടെ ഈ യൂണിവേഴ്സുമായിട്ട് അലൈൻ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മളിലുള്ള ആ സമ്പത്ത്, ആ സ്വത്തിൻ്റെ, അബൻഡൻസിൻ്റെ പൂർണ്ണ ഇത് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അത് അട്രാക്ട് ചെയ്ത് എടുക്കണം നമ്മൾ. അതിനാണ് നമ്മൾ ഹൈ എനർജിയിൽ, ഹൈ വൈബിൽ എപ്പോഴും സന്തോഷമായിട്ട് നല്ല അടിച്ച് പൊളിച്ച് തകർത്ത് ജീവിക്കണം എന്ന് പറയുന്നത്. അത് പാവത്തുങ്ങൾക്ക് ഒരിക്കലും പറ്റത്തില്ല അവരെ കൊണ്ടതിന്. കാര്യം അവരുടെ വിഷമങ്ങളിലൂടെ അവർ പോകുന്നതുകൊണ്ട് അവരെ കൊണ്ട് അതിന് പറ്റത്തില്ല. അതുകൊണ്ടാണ് അവരെപ്പോഴും ദാരിദ്ര്യത്തിൽ തന്നെ കഴിയുന്നത്. അപ്പം നമ്മളൊക്കെ പഠിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്ത് ആകാശം ഇടിഞ്ഞു വീണാലും ഹൈ എനർജിയിൽ നല്ല സ്ട്രോങ് ആയിട്ട് എന്തിനെ പിടിച്ചു നിൽക്കാനുള്ളൊരു ധൈര്യത്തോടെ, ഹൈ വൈബ്രേഷനിലൂടെ നെഗറ്റീവ് എല്ലാം മാറ്റിയിട്ട് എപ്പോഴും ഒരു മില്യനെയർ മൈൻഡ് സെറ്റിൽ അങ്ങോട്ട് അടിച്ചു പൊളിച്ചൊരു ജീവിതം അങ്ങോട്ട് നോക്കിയേ. ഇതൊന്ന് ശ്രമിച്ചു നോക്കിയേ എല്ലാവരും. തീർച്ചയായിട്ടും നിങ്ങൾ ആ പൂർണ്ണ വിശ്വാസത്തോടുകൂടെ നിങ്ങളുടെ ഫുൾ എനർജി, ആ വൈബ്രേഷൻ നിങ്ങൾ യൂണിവേഴ്സിലോട്ടൊന്ന് വിട്ടു നോക്കിക്കേ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.